നമ്മൾ കോൾ ഓപ്ഷൻ ഒന്നുകൂടി ഫ്രഷ് എൻട്രി എടുക്കാം. 26,200. ₹1 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ 11:30 മുതൽ ഒരു ട്രേഡ് എടുത്തിരുന്നു. അത് ഹെഡ്ജ് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ് സൈഡിലേക്ക് വന്നില്ല. ₹1,00,000 90,000 എങ്ങാണ്ടോ പ്രോഫിറ്റ്സ് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു ലോങ് വീഡിയോ കൂടിയായിരുന്നു. അതുകൊണ്ട് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ ഫ്രഷ് എൻട്രി എടുക്കുന്നു. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കൂടുതലായിട്ടുള്ള ഹാപ്പനിങ്സ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ആ വീഡിയോ വെറുതെ ബോറടിപ്പിച്ചിട്ട് വലിയ ലോങ് വീഡിയോ ആയതുകൊണ്ടും പോസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ടാർഗറ്റ് ആയിരുന്നു 148 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നൊരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. ഒരു റീടെസ്റ്റിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ പ്രോഫിറ്റ്സിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ₹1.5 കോടി ലോഡ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ 148 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം. ഇത് 120 ലെവലിലേക്ക് ഫോളോ ആവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഓൾറെഡി ഒരു ഓൾമോസ്റ്റ് 2 hours പൊസിഷൻ ഹോൾഡ് ചെയ്തു. അതിനകത്ത് കൂടുതലായിട്ടുള്ള പ്രോഫിറ്റ്സ് ഒന്നും ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരു 1 lakh അടുത്ത് മാത്രമേ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ. അത് ഹെഡ്ജ് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ സമയം എടുത്തതും അതുപോലെ തന്നെ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റാതെ പോയതും. അതുകൊണ്ട് കൂടുതൽ റിസ്ക് സൈഡിലേക്ക് വന്നില്ല. പക്ഷേ ഇത് നമ്മൾ നേക്കഡ് പൊസിഷൻ ആയതുകൊണ്ട് റിസ്ക് സൈഡിലേക്ക് വരുന്നുണ്ട്. ഒരു 6 lakhs ലോസ് ഇപ്പോൾ നമുക്ക് കാണാം. ₹1.5 കോടി ലോഡ് ചെയ്തിട്ടുള്ളത്. 50% കൂടുതൽ അവൈലബിൾ ആണ് മാർജിൻ.
5-6 ലാക്സിൻ്റെ ലോസ് ഉണ്ട്. ഈ 2 ഹവേഴ്സാണ് മാർക്കറ്റ് ക്ലോസിങ്ങിനായിട്ട് ബാക്കിയുള്ളത്. ഈ ഒരു 11:30 മുതൽ ഓൾമോസ്റ്റ് 1:30 വരെ നമുക്ക് ഈ ഒരു ഹെഡ്ജ് ചെയ്തിട്ടുള്ള പൊസിഷൻസിൽ കൂടുതൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അതിലൂടെ നഷ്ടമായി. ഇപ്പോൾ രാവിലത്തെ ഒരു പൊസിഷനും ഹെഡ്ജഡ് പൊസിഷൻ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നല്ല പ്രോഫിറ്റ്സ്, നല്ല മൊമെൻ്റ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പ്രോഫിറ്റ്സ് ഉദ്ദേശിച്ച പോലെ 15 ലാക്സോളം ബുക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു 11:30-ക്ക് ശേഷം ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റാണ് പോകുന്നത്. അറൗണ്ട് ഒരു 10 പോയിൻറ്റ്സിൻ്റെ റേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുട്ട് സൈഡ് ആണെങ്കിൽ ഒരു പ്രീമിയം DK ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള പ്രോഫിറ്റ്സ് നേക്കഡ് പൊസിഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു നേക്കഡ് പൊസിഷൻ എടുത്തിട്ടുള്ളത് 6 ലാക്സ് ലോസ്, 6 ലക്ഷം രൂപ ലോസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷൻ ഹെഡ്ജ് ചെയ്യാനായിട്ട് പ്രോഫിറ്റ്സിലേക്ക് വന്നതിന് ശേഷം ഹെഡ്ജ് ചെയ്യാം. അപ്പോൾ അതുവരെ നേക്കഡായിട്ട് ഹോൾഡ് ചെയ്യാം. 120 വരെ ഫോളോ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 20 പോയിൻറ്റ്സിൻ്റെ ഡൗൺഫോൾ വരാൻ ചാൻസ് ഉണ്ട്. 148 ലെവൽ റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു 8 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്പ് മൂവാണ് നമുക്ക് വേണ്ടത്. യെസ്, ഇപ്പോൾ ഒരു 142 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. 141, 142. യെസ്, വെയിറ്റ് ചെയ്യാം. പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് 2 crore 2 കോടി രൂപ നമുക്ക് അവൈലബിൾ മാർജിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം, പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാം. വൺ 140 ലെവലിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 148 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാം. ഡേ ഹൈ വന്നിട്ടുള്ളത് 155 ആണ്. യെസ്, ഒരു മൊമെൻറ്റം വരുന്നുണ്ട്. അറൗണ്ട് 3.5 ലാക്സ് മാത്രമാണ് ലോസ് ഉള്ളത്. റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചാർട്ടിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ യെസ്, ഒരു ഡൗൺഫോൾ വന്നെങ്കിലും ഇപ്പോൾ റിക്കവർ ആവുന്നുണ്ടെന്ന് റീലോഡ് ചെയ്ത് നോക്കാം. യെസ്, അഗെയിൻ ഒരു റീലോഡ് വേണം. ഈ ഒരു ലെവലിലാണ് വന്നിട്ടുള്ളത്. പുൾ ബാക്ക് ആൻഡ് ഒരു അപ്പ് മൂവ് നമുക്ക് കാണാം. അതിൽ നമുക്ക് ഒരു 148 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാം. മാക്സിമം ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള മാർജിൻ്റെ ഒരു 50%, 40%ഓളം ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു റിസ്കി ട്രേഡ് കൂടിയാണിത്. നേക്കഡ് പൊസിഷനും അതുപോലെ തന്നെ ടൈമും 1:30 ആയി കഴിഞ്ഞു. പിന്നെ നമുക്കൊരു റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ബുക്ക് ചെയ്യാം. പ്രീവിയസ് ഹൈ റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ 148 ഒരു ടാർഗറ്റ് ലെവൽ കൂടി ആയിരുന്നു നേരത്തെ. അപ്പോൾ ആ ഒരു ലെവൽ വന്നതിന് ശേഷമാണ് നമ്മൾ എൻട്രി എടുക്കാൻ തുടങ്ങിയത് ഈ ഒരു പൊസിഷൻ. നോക്കിക്കഴിഞ്ഞാൽ 147, 148 ലെവലാണ്. യെസ്, ആ ടാർഗറ്റ് വന്നതിന് ശേഷമാണ് ബുക്ക് ചെയ്തത്. ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊരു ലോങ് വീഡിയോ ആണ്. അതുപോലെ തന്നെ കൂടുതൽ ആയിട്ടൊന്നും അതിനകത്ത് ഉണ്ടായിട്ടില്ല. കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷേ അത് വരുന്ന വീഡിയോസിലും ഡിസ്കസ് ചെയ്യാം. അത് കുഴപ്പമില്ല. ഓൾമോസ്റ്റ് 1 hour വീഡിയോ ആണ് ഓവറോൾ വരുമ്പോൾ. ഒരു 2 hours വീഡിയോ ആണ്. 2 hours ആയി ടൈം. 11:30 മുതൽ 1:30, ഓൾമോസ്റ്റ് 1:15 വരെ ഒരു വീഡിയോ, ഒരു റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നു, ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ബുക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 1 lakhൽ തന്നെ ബുക്ക് ചെയ്തു. പ്രീമിയം DK ഉണ്ടായിരുന്നു പുട്ട് സൈഡ്. അപ്പോൾ എന്തായാലും അത് കുഴപ്പമില്ല. നമുക്ക് ഒരു ക്യാപിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. തുടങ്ങുന്ന ക്യാപിറ്റൽ 3.59 ആയിരുന്നു. 3.59 സംതിങ് ഉണ്ടായിരുന്നു. നിയർ ടു 3.6 crore വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പൊസിഷൻ നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ 148 ലെവലിലേക്ക് റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അറൗണ്ട് 3 lakhsലാണ് ലോസ് വന്നിട്ടുള്ളത്, ലോസ് റൺ ചെയ്യുന്നത്.
ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം. 143 വന്നിട്ടുണ്ട്. യെസ്, 144. കമോൺ. യെസ്, 144 ബ്രേക്ക് ചെയ്തു. 148 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അണ്ടർ 1 ലാക്കാണ്. 1 ലാക്കിൻ്റെ താഴെ വന്നിട്ടുണ്ട് ലോസ്. യെസ്, ഒരു 6 ലാക്സോളം ലോസ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സ് 4 പോയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം. 148 ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് നോക്കാം. ഡേ ഹൈ 155 ആണെങ്കിലും ആ ഒരു ലെവലിലേക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. ലെറ്റ്സ് വെയിറ്റ്. പെട്ടെന്നൊരു സ്പൈക്ക് വരികയാണെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് പോയി വീണ്ടും എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോഴേക്കും ഒരു പക്ഷേ ബുക്ക് ചെയ്യേണ്ട പോയിൻ്റ് വന്നേക്കാം. യെസ്, അറൗണ്ട് 50,000 മാത്രമാണ് ലോസ് ഉള്ളത്. യെസ്, 145 വന്നിട്ടുണ്ട്. യെസ്, 148 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 152 ലെവലിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. യെസ്, കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. 148 ലെവൽ ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. $146. യെസ്, $50,000 പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. 6 ലാക്സ് ലോസിലുണ്ടായിരുന്നൊരു പൊസിഷനാണ്. 148 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 152, അതുപോലെ തന്നെ ഡേ ഹൈ അതിനുശേഷം. യെസ്, 146 ലെവലാണ്. 147, 148. കമോൺ. ഡേ ഹൈയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. Yes, back to 4 lakhs loss.
വീണ്ടും ആ ഒരു 6 ലക്ഷം ലോസിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് കോസ്റ്റിലേക്ക് പ്രോഫിറ്റ്സിലേക്കും വന്നതായിരുന്നു, പക്ഷേ ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. 148 ലെവൽ ബ്രേക്ക് ചെയ്തുമില്ല, ആ ഒരു 148 ലെവലിലേക്ക് എത്തിയിട്ടില്ല. 146 ലെവലിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിവേസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഫർദർ ഈ ട്രേഡ് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഓൾമോസ്റ്റ് നമുക്കൊരു സമയം കഴിയാറായി. 3 മണിക്കാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. 3 മണിയായാലും 3:15 ആയാലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പ്രോബ്ലം ഇല്ല. പക്ഷേ ആ ഒരു സമയത്തുള്ള പൊസിഷൻസും അതുപോലെ തന്നെ മൂവ്മെൻറ്റ്സ് എല്ലാം കുറച്ച് റിസ്ക്കി ആയിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ട്രേഡ് ചെയ്യാം. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാം. 9:15 മുതൽ 3:30, 29 വരെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാം. ഇൻട്രാഡേ പൊസിഷൻസ് ആണെങ്കിൽ 3:15 വരെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ ആ റിസ്ക് അതിനനുസരിച്ചിട്ട് കൂടുതലായിരിക്കും. ആ ദിവസത്തെ എൻഡ് ചെയ്യുന്ന ടൈമിലോട്ട് പോകുന്തോറും നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുക്കാനുള്ള റിസ്ക് അതെല്ലാം നമുക്ക് വളരെ ചെറിയൊരു സമയം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. 9:15-നും 16-നൊക്കെ നമ്മളെടുത്ത് ഓപ്പണിംഗ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനും ആവറേജ് ചെയ്യാനും ഒരു മാർക്കറ്റ് വാച്ച് ചെയ്യാനൊക്കെ നമുക്ക് സമയം കിട്ടും. പക്ഷേ 2 മണി, 1 മണി, 1:30, 2 മണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ആവറേജ് ചെയ്യാനുള്ള കുറച്ച് റിസ്ക്കിയായി മാറും. അതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് ട്രേഡ്സ്. നമ്മൾ നല്ല പ്രോഫിറ്റ്സിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയത്ത് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ റിസ്ക് നമ്മൾ വളരെ കൺട്രോൾ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. വലിയ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ, നേക്കഡ് പൊസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള റിസ്ക് വരും. അത് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ഡേ. അഗെയിൻ 144 ലെവലിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും 148 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മളൊരു ഡൗൺ വന്നപ്പോഴും കൂടുതൽ ഫണ്ട്സ് ആഡ് ചെയ്തിട്ടില്ല. ആ ഒരു പേഷ്യൻസോടുകൂടി തന്നെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പൊസിഷൻസ് ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് റിക്കവർ ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അവിടെ നിന്ന് താഴേക്കാണ് പോയതെങ്കിൽ ആ ഒരു ആഡ് ചെയ്യുന്ന പൊസിഷൻസ് കൂടുതൽ ലോസിലേക്ക് പോകാനും സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആഡ് ചെയ്യാതെ വെയിറ്റ് ചെയ്തത്. ഇത് സൈഡ് വേസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 11:30 മുതൽ 10 മണി കഴിഞ്ഞതോടുകൂടി രാവിലത്തെ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ ബുക്ക് ചെയ്തത് അറൗണ്ട് 9:50 ലെവലിലാണ്. 9:50, 9:45 ലെവൽ ടൈം. ആ ഒരു ടൈമിന് ശേഷം ത്രൂ ഔട്ട് സൈഡ് വേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമുക്കൊരു 11 മണിക്ക് ശേഷം ഒരു ബ്രേക്കൗട്ട്, ഒരു ഹയർ ഹൈ വന്നിരുന്നു. അപ്പോൾ ആ ഒരു 11:30 ശേഷം കണ്ടിന്യൂസ് ആയിട്ടൊരു സൈഡ് വേസ് മൂവ്മെൻറ്റ് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്കൗട്ട് വന്നെങ്കിലും വീണ്ടും സൈഡ് വേസിലേക്കാണ് വന്നിട്ടുള്ളത്. 150 റേഞ്ചിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഡേ ഹൈ വരികയാണെങ്കിൽ ബുക്ക് ചെയ്യാം. 148 ലെവൽ വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം. ഈ ട്രേഡ് സേഫായിട്ട് ബുക്ക് ചെയ്യാമെന്ന് മാത്രം ഫോക്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. റിസ്ക് കൂട്ടിയതിന് ശേഷം നമുക്ക് മൂവ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ ആ ഒരു 3 lakhs 4 lakhs ലോസിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഹാവ് വെരി ഗുഡ് അവൈലബിൾ മാർജിൻ. വലിയ അവൈലബിൾ മാർജിൻ ഉണ്ട്. പക്ഷേ എന്തായാലും ഈ ഒരു ട്രേഡ് ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രോഫിറ്റബിൾ ആവുള്ളൂ. അപ്പ് സൈഡ് മൂവ്മെൻറ്റ് വരണം, കോൾ സൈഡ്. ഒരു ലെങ്തി വീഡിയോ ആയിക്കൊണ്ടിരിക്കുകയാണ്. 20 മിനിറ്റ്സ് ഓൾറെഡി ആയിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ഒരു പൊസിഷൻ
ബുക്ക് ചെയ്യുന്ന സമയമാകുമ്പോൾ ഞാനൊരു അപ്ഡേറ്റ് തന്നിട്ട് ബുക്ക് ചെയ്യാമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് സൈഡ് വൈസ് ആയതുകൊണ്ട് തന്നെ ഇനി ഒരു 1 hour ഇതേപോലെ തന്നെ പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഈ ഒരു പോയിന്റിൽ നമുക്ക് പോസ് ചെയ്യാം. 4 lakhs ലോസിലുണ്ട്. 1.6 crore ആണ് ലോഡ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 2 crore ഫ്രീ ക്യാഷ് ഉണ്ട്. ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇത് പോസ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഈ ഒരു പൊസിഷൻസ് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അഗെയിൻ മാർക്കറ്റിലൊരു അപ്പ് മൂവ് വന്നുകൊണ്ടിരിക്കുന്നത് 148 ലെവലിലേക്ക് വന്നു കഴിഞ്ഞു. യെസ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 lakhs പ്രോഫിറ്റിലുണ്ട്. 148 ലെവലിലൊന്ന് ടച്ച് ചെയ്തു. അതിനുശേഷം പ്രൈസ് റിജക്ഷനാണ് കാണുന്നത്. വെയിറ്റ് ചെയ്യാം. കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അഗെയിൻ നെക്സ്റ്റ് 152, ദെൻ 155. നെക്സ്റ്റ് 2 റെസിസ്റ്റൻസ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾമോസ്റ്റ് കോസ്റ്റ് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അതേ പൊസിഷൻസ് തന്നെയാണ്. 1.6 crore മാത്രമാണ് ലോഡ് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ ഫണ്ട്സ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒരു റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആഡ് ചെയ്യാതിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ 50% കൂടുതൽ ചില സിറ്റുവേഷൻസിൽ ഓപ്പണിങ്ങിൽ ട്രേഡ്സിലൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഈ ട്രേഡിൽ അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് പേഷ്യൻസോടുകൂടി മാത്രമേ ഈ ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്ത പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. കോസ്റ്റിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഗെയിൻ 5 lakhs ലോസിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 148 ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. യെസ്, 148 ലെവലിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്.
ആ ഒരു ലെവലിൽ നിന്ന് ഒരു പ്രൈസ് റിജക്ഷനാണ് കാണുന്നത്. ഇപ്പോൾ അറൗണ്ട് 146 ലെവലിൽ നിന്ന് 148 ലെവലിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാം. നമുക്കൊരു 2.5 ലാക്സിൻ്റെ പ്രോഫിറ്റ് മാത്രമാണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ സമയം നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു ട്രേഡ് ബുക്ക് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ റീടെസ്റ്റ് ചെയ്തു സ്പോട്ട് ലെവലാണെങ്കിലും. ഇനി നമ്മൾ കൂടുതൽ റിസ്ക് എടുത്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം വളരെ കുറവ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്യാം. അങ്ങനെ വീക്ക്ലി ക്ലോസിങ് എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യാം. മൺഡേ ടു ഫ്രൈഡേ 5 ദിവസവും നമ്മുടെ മൾട്ടിപ്പിൾ വീഡിയോസാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉടനെ തന്നെ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം. നമുക്ക് വരും ദിവസങ്ങളിലെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ലൈവ് അനാലിസിസ് തന്നെയാണ്, ലൈവ് മാർക്കറ്റ് അനാലിസിസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.